ഇഷ്ടപ്പെട്ട 3 മലയാള സിനിമ. മലയാള സിനിമകളിൽ എന്താ പറയുക, എനിക്ക് പണ്ടത്തെ മോഹൻലാലിൻ്റെ പ്രൈം ടൈമിലുള്ള മൂവീസൊക്കെ വളരെ ഇഷ്ടമാണ്. പറയുമ്പോൾ കാലാപ്പാനി വളരെ ഇഷ്ടമുള്ളൊരു സിനിമയാണ്. പിന്നെ പ്രേമം സിനിമ, അത് എപ്പോഴും ഓരോ പ്രാവശ്യം സിനിമ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴും തോന്നുന്നത് ഇതാണ് മലയാളത്തിൽ തന്നെ ഇറങ്ങിയ ഏറ്റവും നല്ല സിനിമയെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. അത് വളരെ നല്ലൊരു മൂവിയാണ്. പിന്നെ മലയാളത്തിൽ ബെറ്ററായിട്ട് പറയാവുന്നത് പിന്നെ മഞ്ഞുമൽ ബോയ്സ്, പ്രേമയുഗം, 3 മാത്രം ചോദിക്കാൻ പറ്റില്ല, ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല ഇൻഡസ്ട്രി നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ്. മൂവീസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ അത്ര ഫ്രണ്ടിലോട്ടല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി തന്നെയാണ് ഏറ്റവും നല്ല ക്ലാസിക്കലായിട്ടുള്ള മൂവീസ് ആയാലും ട്വിസ്റ്റ് ആയിട്ടുള്ളതായാലും എല്ലാം കൊണ്ട് നല്ല പടങ്ങൾ ഇറക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ മണിച്ചിത്രത്താഴ്, മണിച്ചിത്രത്താഴ്. പിന്നെ ഈ ഇടയ്ക്ക് ലാലേട്ടൻ്റെ തുടരും, അതും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ പറയുകയാണെങ്കിൽ ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ട, ഇത് മൂന്നും പറയാനുള്ള കാരണം മീൻസ് മണിച്ചിത്രത്താഴ് പറയേണ്ട ആവശ്യമില്ല, ഒരു ക്ലാസിക്കൽ പടമാണ്. പിന്നെ കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ ഒരു മേക്കിംഗ് രീതിയും ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ തുടരും കുറേ കാലത്തിന് ശേഷം ലാലേട്ടൻ നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഇട്ട് മൂവിയായിരുന്നു. ഇതൊന്നാണ് ഇഷ്ടം. ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ പഴയ സിനിമകൾ തന്നെ ഇഷ്ടപ്പെട്ട, ചിരിക്കാൻ ഓർത്തോർത്ത് ചിരിക്കാനൊക്കെ ഉള്ള സിനിമ. CID മൂസ, വെട്ടം, ഒടിയൻ വെട്ടം, ഒടിയൻ നല്ല സിനിമയാണ്, സ്ക്രിപ്റ്റൊക്കെ നല്ല സിനിമയാണ്, മേക്കിങ് അത്യാവശ്യം മോശമെന്നേ ഉള്ളൂ. വെട്ടം, CID മൂസ, പിന്നെ ചിത്രം ഇഷ്ടമാണ്. ദിലീപ് ഫാൻസ് ആണോ അതോ മോഹൻലാൽ ഫാൻസ് ആണോ? നല്ല സിനിമ, നല്ല സിനിമ. ഇതിൻ്റെയൊക്കെ ഈ ഇപ്പം 3 സിനിമകൾ പറഞ്ഞു, അതിലുള്ള പ്രത്യേകത അല്ലെങ്കിൽ കാണാനുള്ള ഒരു CID മൂസയിലും വെട്ടത്തിലും എന്നൊക്കെ പറയുമ്പം ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്, ചിരിക്കാൻ വേണ്ടി. പിന്നെ ചിത്രം എന്ന് വെച്ചാൽ ഒരേ ഫ്ലോയിൽ പോയിട്ട് പെട്ടെന്ന് കൊണ്ട് മൂവി പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരു സാഡ് എൻഡിങ്ങിലേക്ക് പോകുന്ന പോലെ. അതുകൊണ്ട് സ്ഫടികം, മണിച്ചിത്രത്താഴ്, പിന്നെ അതുണ്ട് ലൂസിഫർ. അപ്പോൾ മോഹൻലാൽ ഫാൻസ് ആണോ? ഇത് കാണാനുള്ള മീൻസ് ഈ ചിത്രത്തിലുള്ള പ്രത്യേകത അല്ലെങ്കിൽ കാണാനുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ക്യാരക്ടർ നല്ല രസമുള്ള ക്യാരക്ടറാണ്, അതുകൊണ്ട് സിനിമ കാണുമ്പോൾ നല്ല ഫീലായിട്ട് ഇത് കാണാൻ പറ്റും. പുതിയ സിനിമകളാണ് ഇഷ്ടം? പുതിയതും പഴയതും എല്ലാം കാണും. 3 മലയാള സിനിമകൾ. ബാംഗ്ലൂർ ഡേയ്സ് ഇഷ്ടമാണ്. പിന്നെ ഇപ്പം കണ്ടതിൽ തുടരും ഇഷ്ടപ്പെട്ടു. ഇതല്ലാതെ നോക്കുകയാണെങ്കിൽ ഓം ശാന്തി ഓശാന ഇഷ്ടം. ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്കൊന്ന് എന്തോ ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ എനിക്കൊന്ന് എത്ര കണ്ടാലും അങ്ങനെ മടുക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നിയിട്ടില്ല. ഓം ശാന്തി ഓശാന അങ്ങനെ തന്നെയാണ്, ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എന്നാലും ഇഷ്ടമാണ് കാണാൻ. പിന്നെ പുതിയ സിനിമകളോടാണോ പഴയ സിനിമകളോടാണോ? എങ്ങനെ പുതിയത് ഒരുപാടൊന്നും ഇപ്പം തുടരും കണ്ടത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഇങ്ങനെ പഴയതും പുതിയതായിട്ടൊക്കെ കാണും. ഇഷ്ടം. ബാംഗ്ലൂർ ഡേയ്സ് ഇഷ്ടമാണ്. നേരം, പിന്നെ പ്രേമം. ഇതിന് ഇഷ്ടപ്പെടാനുള്ള കാരണം ഫീൽ ഗുഡ് മൂവീസ് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫാൻ ബേസ് ഒന്നും അല്ല, അങ്ങനെയല്ലേ, നല്ല ചിത്രങ്ങൾ. അതെ. CID മൂസ, വെട്ടം, തിളക്കം. ദിലീപ് ഫാൻസ്? ദിലീപ് ഫാനല്ല, അത് അങ്ങനെയല്ല, ദിലീപ് ഫാൻസും എല്ലാവർക്കും ഫാൻസ് ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. 3 ദിലീപിന്റെ സിനിമ പറഞ്ഞതുകൊണ്ടാ ചോദിച്ചത്. അത് എത്ര കണ്ടാലും മടുക്കാത്ത സിനിമകളാണ്. അപ്പം ആ ടൈം തൊട്ട് ഇപ്പം നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് തൊട്ട് ഇപ്പോഴും നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് കാണാൻ പറ്റുന്ന. അതെ തീർച്ചയായിട്ടും ദിലീപിൻ്റെതെല്ലാം അങ്ങനെയുള്ളത് തന്നെയാണ്. അതെ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടനും കൂടിയാണ്. എന്റർടൈൻമെന്റ് ബേസിൽ എനിക്ക് ചിത്രം, കിലുക്കം, പിന്നെ ഓം ശാന്തി ഓശാന. എന്തുകൊണ്ടാണ് ഈ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നതിനുള്ള കാരണം? ഈ ചിത്രവും കിലുക്കും ഒക്കെ നല്ല കോമഡി മൂവീസാണ്. പണ്ടോട്ടേ നല്ല ഹിറ്റായിട്ടുള്ള കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഓം ശാന്തി ഓശാനൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല. പുതിയ സിനിമകളോടാണോ പഴയ സിനിമകളോടാണോ? രണ്ടും ഇഷ്ടമാണ്. പൊതുവേ സിനിമയൊക്കെ ഇഷ്ടമുള്ളത് ഇഷ്ടമാണ്. തേന്മാവിൻ കൊമ്പത്ത്, മണിച്ചിത്രത്താഴ്, പിന്നെന്താ കാക്കക്കുയിൽ. 3 മോഹൻലാൽ ഫാൻസ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെടാനുള്ള കാരണം നല്ല രസമാണ്, നല്ല കോമഡിയും മോഹൻലാലിൻ്റെ അഭിനയത്തിൻ്റെ അങ്ങേറ്റമാണ് മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞത്. അങ്ങനെ പണ്ട് പോലെ കാണുന്ന മോഹൻലാലിൻ്റെ സിനിമകളാണ്. എല്ലാത്തിനും പറ്റും, പാടാനും എല്ലാത്തിനും മോഹൻലാലിൻ്റെ നല്ല കഴിവാണ്. ഇപ്പം നമ്മുടെ നാട്ടുകാരനാണ് വേണ്ടത്. ഇപ്പം ലേറ്റസ്റ്റ് കണ്ട് തുടരും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പഴയതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മണിച്ചിത്രത്താഴ് ഇഷ്ടമാണ്. പിന്നെ കിലുക്കം
ഇഷ്ടപ്പെടാൻ കാരണം ചോദിക്കണ്ട, ഒന്ന് മോഹൻലാൽ. മുമ്പ് ദിലീപിനെ ഇഷ്ടമായിരുന്നു, ഇപ്പം അങ്ങനെ സിനിമകളിലൊന്നും ഇഷ്ടമല്ല, കാണാറില്ല. അങ്ങനെ പറയല്ലേ, എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടതാണ്. കോമഡി ഉള്ളവരെ അതെ, കോമഡി comedy ഫിലിംസാണ് ഞാൻ കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാണുന്നത്. ഒരു ജനപ്രിയ നായകനാണ് തീർച്ചയായിട്ടും ദിലീപ്. അല്ല, ഇപ്പം അങ്ങനെ കോമഡി സിനിമ നിറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ്. അതെ. അല്ലാതെ പറഞ്ഞല്ല, അത് ഓക്കെ. പ്രേമലു, ബാംഗ്ലൂർ ഡേയ്സ്, തുടരും. ഇഷ്ടപ്പെടാനുള്ള കാരണം ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫിലിംസ്, എല്ലാ ഫിലിംസും കാണും. സിനിമ കാണുന്നത് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. തുടരും. പിന്നെ മരണമാസം ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഉണ്ണികളെ ഒരു കഥ പറയാം. എന്തുകൊണ്ടാണ് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണം? ഞാൻ ആക്ച്വലി എന്താ പറയുക, കുറച്ച് പഴയ ഫിലിംസ് എനിക്ക് ഇഷ്ടമാണ്, കാണുന്നത് കൂടുതലാണ്. പിന്നെ സ്റ്റോറി ബേസ്ഡ് ഫിലിംസ് ആയതുകൊണ്ട് അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ മരണമാസം വന്നിട്ട് അതിൽ കുറച്ചുകൂടെ ലൈക്ക് എന്താ കോമഡി ഫീൽഡ് സാധനമല്ലോ, അതുകൊണ്ട് ഇഷ്ടമാണ്. ഏതെങ്കിലും ഫാൻ അങ്ങനെ എന്തെങ്കിലും ആണോ? മോഹൻലാലിൻ്റെ ഫാനാണ്. കറൻ്റ്ലി തുടരുമില്ല, തിരിച്ചു വരാൻ ഒത്തിരി ഇഷ്ടമായി. ഉസ്താദ് ഹോട്ടല് 96. പിന്നെ വളരെ ഇഷ്ടമുള്ള മഞ്ഞുമൽ ബോയ്സ്. കാരണം എന്താ ഇഷ്ടപ്പെടാനുള്ള കാരണം? എനിക്ക് അതിൽ ഉസ്താദ് ഹോട്ടലിൽ ദുൽഖർ സൽമാൻ്റെ അവർ എല്ലാവരും ഒരു സഹായിക്കുന്ന ഒരു ഇതില്ലേ, അതാണ് ഇഷ്ടമായത്. പിന്നെ 96 എന്ന് പറയുമ്പോൾ അവിടെ പ്രണയം പറയാതെ പോയിട്ട് ഉള്ളിലൊരു വിഷമം, അതിൻ്റെയാണ്. ആ സിനിമ കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് കണ്ടിട്ട് ആ സിനിമ കണ്ടിട്ട് ഉറങ്ങിയില്ല അന്ന് രാത്രി, അത്ര എനിക്ക് ഫീൽ ചെയ്തു. അതാണ് ഫ്രണ്ട്സിൻ്റെ ഒരു ഡീപ്നെസ് ആണ് മഞ്ഞുമൽ ബോയ്സ്. അതാണ്. ഏത് ഫാൻസ് അങ്ങനെ ആരെങ്കിലും? അങ്ങനെ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് ദുൽഖർ സൽമാനെയാണ് ഇഷ്ടം. മൂക്ക് ഏതാ ഇഷ്ടപ്പെട്ട സിനിമകൾ? എനിക്കോ ഹാലിവുഡ് ഇങ്ങോട്ട് താക്കോ. ഒരുപാട് സിനിമകൾ. ഇഷ്ടപ്പെട്ട നായികയോ നായകൻ? വിജയ് എനിക്ക് ഇഷ്ടമുള്ള നായകൻ. പിന്നെ വിജയുടെ തന്നെ മാസ് എന്ന് പറഞ്ഞൊരു മൂവി, തമിഴ് മൂവി. പിന്നെ ലിയോ, മിന്നൽ മുരളി. രണ്ട് തമിഴും ഒരു മലയാളം. ഏതെങ്കിലും ഫാനാണോ ആരുടെയെങ്കിലും? ഞാൻ വിജയ് ഫാനാണ്. വിജയ് ഫാനാണ്. അതാണ് രണ്ട് സിനിമ വിജയുടേത് അല്ലേ? ഇഷ്ടപ്പെടാനുള്ള കാരണം വിജയുടെ സിനിമകൾ സ്റ്റണ്ടും ഡാൻസും അങ്ങനെയൊക്കെ ഉള്ളത് ഇഷ്ടമാണ്. ആവേശം, പ്രേമലു, അടിയൊഴുക്ക്. ഇഷ്ടപ്പെടാനുള്ള കാരണം? അടിയൊഴുക്കുകൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കാണണമെന്ന് ആഗ്രഹമുള്ള ഒന്നാണ്. ഓക്കെ. പ്രേമലു ഞാൻ കണ്ടു, ആവേശവും ഞാൻ കണ്ടു. അധികം സിനിമ കാണാറില്ല, അതിനെ. എന്നാലും കണ്ടതിലുള്ളതിൽ മെച്ചമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇഷ്ടപ്പെടാൻ കാരണം എന്ത്? പ്രേമലു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. ഓക്കെ, എൻ്റർടൈൻമെൻ്റ് ആയി. പിന്നെ ഞാൻ കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം മഴ ഞാൻ കണ്ടു. ഓക്കെ. മഴ കണ്ടു, അത് കൊള്ളാം, പാട്ടൊക്കെ ആയിട്ട്. പക്ഷെ ഭയങ്കര, ഞാൻ കഥ വായിച്ചിട്ടാണ് അത് കണ്ടത്, മാധവിക്കുട്ടിയുടെ. അതെ. അത് വായിച്ചിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം സ്റ്റോറി ആയിട്ട് എങ്ങനെ ഫിലിം കണ്ടപ്പോൾ? സ്റ്റോറിയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല, മീൻസ് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട സ്റ്റോറിയാണ്. ഞാൻ സ്റ്റോറിയുടെ ആളാണ്. ഓക്കെ. അതുകൊണ്ട് എനിക്ക് സ്റ്റോറിയാണ് ഇഷ്ടപ്പെട്ടത്. ഇഷ്ടപ്പെട്ട 3 ഫിലിം അല്ല, ഇഷ്ടപ്പെട്ടത് ഞാൻ അവസാനമായിട്ട് കണ്ടത് ARM കണ്ടു, വാഴ കണ്ടു, പിന്നെ കണ്ടു. സിനിമകൾ അധികം കാണാറില്ലേ? സിനിമ അധികം കാണാറില്ല. ആണോ? ഇപ്പം ലാസ്റ്റ് കണ്ടത് ഏത് മൂവിയാണ്? ലാസ്റ്റ് കണ്ടത് ARM. അതിനുശേഷം കണ്ടിട്ടില്ല. അപ്പോൾ ഓക്കെ. ഇത് ARM ഒക്കെ കണ്ടല്ലോ, അതെങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. മൂവികൾ അധികം പഴയതാണോ പുതിയതാണോ ഇഷ്ടം? ഞാനിപ്പോൾ അങ്ങനെ കാണാറത്തോണ്ട് കാണുകയാണ്, മീൻസ് സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള പഴയത്. ഇപ്പം ചിലർ പറയും, പഴമക്കാർ പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലും ചിലർ പറയുന്നുണ്ട് പഴയ സിനിമകളാണ് കുറച്ചുകൂടെ ബെറ്റർ, ചിലർ പറയും പുതിയ സിനിമകൾ. അപ്പോൾ അങ്ങനെ ഇതിൽ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് അങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയില്ല. രണ്ട് ഇതിലൊരു സിനിമകൾ കൊള്ളാം, അങ്ങനെ അത് കൊള്ളാം ഇത് കൊള്ളാം അങ്ങനെ പറയാനായിട്ടൊന്നും ഇല്ല. കാരണം സിനിമ കാണൽ കുറവാണ്. ഇഷ്ടപ്പെട്ട സിനിമ? മിന്നാരം, മണിച്ചിത്രത്താഴ്, കിലുക്കം.
ഇഷ്ടപ്പെടാനുള്ള കാരണം മൂന്ന് നല്ല മോഹൻലാലിന്റെ നിങ്ങൾ എല്ലാവരും മോഹൻലാൽ ഫാൻസ് ആണോ? അതെ 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 എല്ലാവരും ഞാൻ മോഹൻലാൽ ആണോ? കാലില് സുഭാഷ് കണ്ടാലും ഇല്ല കുഴപ്പമാക്കും എങ്ങനെ? മോഹൻലാലും ഒരാളുണ്ട് സുഭാഷ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ മോഹൻലാലിന്റെ ആൾക്കാരെ കണ്ടുകൂടാ. മമ്മൂട്ടി അവനോട് 2 ദിവസം ഉറങ്ങണ്ട പറഞ്ഞാലും അവൻ ഉറങ്ങൂല. മമ്മൂട്ടി ഫാൻസ് ആണോ? ഭയങ്കര മമ്മൂട്ടിയുടെ ഫാൻസാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ കണ്ട സിനിമകളൊക്കെ കൂടെ ഒന്ന് നമ്മള് മോഹൻലാലിന്റെ എല്ലാ സിനിമയും എല്ലാ സിനിമകളും മാത്രം കണ്ടിട്ടില്ല, ബാക്കി എല്ലാം അത് തുടരും കാണാതെ സമയം കിട്ടില്ല, ബാക്കി എല്ലാം ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. കാണും. ചേട്ടന് ഇഷ്ടപ്പെട്ട സിനിമ മൂവി ഏതൊക്കെയാണ്? 3 കുറേ പടങ്ങളുണ്ട്. എന്നാലും ഇഷ്ടപ്പെട്ടത്? 6-ാം തമ്പുരാനുണ്ട്, രാജാവിന്റെ മകൻ പഴയ പടം, പിന്നെ താളവട്ടം. പിന്നെ മോഹൻലാലും മമ്മൂട്ടി എന്ന് വെച്ചാൽ മോഹൻലാല് ഫുള്ള് ഫ്രീ ആണ്, മമ്മൂട്ടി ഭയങ്കര ഒരു ജാടയാണ്. ശരിക്കും അതെ, കാരണം ഞാൻ ഗൾഫിലുണ്ടായതാണ്, 6-8 വർഷം ഗൾഫിലുണ്ടായിരുന്നു. അവിടെ എയർപോർട്ടിൽ ജോലി ചെയ്തതാണ്. അവിടെ മോഹൻലാലും വന്നു മമ്മൂട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത് പോയി കഴിഞ്ഞാൽ അയ്യോ ദ്രോഹിക്കരുത് എന്നിട്ട് മാറി നിൽക്കും. മോഹൻലാലിന് അതല്ല, ഫ്ലൈറ്റ് റെഡിയായിട്ടും ക്രൂ പിടിച്ച് വലിക്കുമ്പോൾ മോഹൻലാൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ആൾക്കാരെ വിടുമല്ലോ. ഫുള്ള് ഫ്രീ ആണ്, നമ്മുടെ കൂട്ടത്തിൽ ഇറങ്ങി നടക്കും. മമ്മൂട്ടി ഭയങ്കര ജാടയാണ്, എന്നെ തുടരുത്, ഞാൻ ഭയങ്കര അതാണ് സംഭവമാണെന്നൊക്കെ പറയും. പക്ഷെ മോഹൻലാൽ അങ്ങനെയല്ല, മോഹൻലാൽ ഫുള്ള് ഫ്രീ ആണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട സിനിമ? രാജാവിന്റെ മകൻ, താളവട്ടം, തുടരും. സൂപ്പർ പടമാണ്, സൂപ്പർ പടം. കണ്ടിന്യൂ. പറഞ്ഞോ. ഇഷ്ടപ്പെട്ട പടം മാടമ്പിയല്ലോ. നല്ല സിനിമ. സിനിമയാണ്.